ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും എളുപ്പത്തിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു തക്കാളി പുതിന മല്ലി ചട്നിയാണ്. ഇതുപോലൊരു ചട്നി ഒരു തവണ ഒന്ന് തയ്യാറാക്കി നോക്കൂ. ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ ചട്നി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് വേണ്ടത് തക്കാളിയാണ്. അത്യാവശ്യം വലിയ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരു 4 തക്കാളി വരെ എടുക്കാം. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 6 തക്കാളി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട്. തക്കാളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതായത് നമ്മുടെ നാടൻ തക്കാളി ഉണ്ടല്ലോ, ഉണ്ട തക്കാളി, ആ തക്കാളി എടുക്കരുത് കേട്ടോ. അത് അത്യാവശ്യം നല്ല പുളിയുള്ള തക്കാളിയാണ്. ആ തക്കാളിയിൽ നമ്മളിപ്പോൾ ചട്നി തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതുപോലെ പുളിപ്പുണ്ടാവും. അപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. അതല്ല നമ്മുടെ ആപ്പിൾ തക്കാളി ഉണ്ടല്ലോ, സാധാരണയുള്ള തക്കാളി എപ്പോഴും കിട്ടുന്നതാണ് ആപ്പിൾ തക്കാളി. ആ തക്കാളിയിൽ വേണം, അതായത് പുളി നന്നായിട്ട് കുറവുള്ള തക്കാളി വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്, ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടിയാണ്. കൂടെ തന്നെ അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 7-8 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി അല്ലി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഒന്ന് ചൂടായി വരട്ടെ വെളുത്തുള്ളി അല്ലിയെല്ലാം. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ വെളുത്തുള്ളി അല്ലിയുടെ ആ ഒരു കളറൊക്കെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം വരെ ഒന്ന് വഴറ്റി എടുക്കേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ കളർ മാറിക്കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് 5 വറ്റൽമുളക് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള വറ്റൽമുളക് ചേർക്കാവുന്നതാണ്. വറ്റൽമുളകും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാം. വറ്റൽമുളകെല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടുന്ന സമയം വരെ ഒന്ന് വറുത്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. പ്രത്യേകം ശ്രദ്ധിക്കണം, മുളക് നന്നായിട്ട് ഇനി ഒന്ന് മുരിഞ്ഞിട്ടുണ്ടാവണം. മുളകിൻ്റെ കളറൊക്കെ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് മാറിയിട്ടുണ്ടാവണം. ഇതുപോലെ ഒന്ന് മാറിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് നമ്മളിത് അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന തക്കാളി ഈ ഒരു സമയം ചേർക്കാവുന്നതാണ്. തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ തക്കാളി എല്ലാം ഒന്ന് വെന്ത് കിട്ടിക്കോളും. നമുക്ക് എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ ചട്നി തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ കിടക്കിടയ്ക്കൊന്ന് ചട്നിയൊക്കെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന കടായിയുടെയൊക്കെ ലിങ്കും അതുപോലെ തന്നെ മാക്സിമം ഇൻഗ്രീഡിയൻസിൻ്റെ ലിങ്ക്സ് എല്ലാം ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരല്പസമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ തക്കാളി എല്ലാം ഇതുപോലെ ഒന്ന് വെന്തുടഞ്ഞിട്ടുണ്ടാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു കൈപ്പിടി അളവിൽ പുതിനയിലയും മല്ലിയിലയും ഒന്ന് നന്നായിട്ട് ഒന്ന് അരിഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്, അത് ചേർക്കാം. അതുപോലെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ശർക്കര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ആ പുളിയും എരിവും ഒക്കെ നന്നായിട്ട് ഇതിനൊന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. ഇനിയിപ്പോൾ ശർക്കര നമുക്ക് ചേർക്കേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒരല്പം ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ ഈ ശർക്കര എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടാൻ വേണ്ടി മാത്രം ഒരല്പസമയം മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടിയാണ്. നല്ല തിളച്ച ചൂടോട് കൂടിയിട്ടുള്ള വെള്ളം വേണം ചേർക്കാനായിട്ട്. എത്രത്തോളം കട്ടി വേണമോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർക്കാവുന്നതാണ് കേട്ടോ. വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ചൂടല്ലേ. ഈ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ചെറുതായിട്ട് ഒന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല സ്മൂത്തായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് ചെറിയൊരു താളിപ്പും കൂടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് താളിച്ചും കൂടി ചേർക്കാം. ഇതിലേക്ക് താളിച്ച് ചേർക്കാനായിട്ട് ഒരു കുഞ്ഞു കടായിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കാവുന്നതാണ്. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് സവാളയിൽ ഒരു സവാളയുടെ പകുതി ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. ആ സവാള നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. സവാള ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം.
നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഒരല്പസമയം മാത്രം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു പിഞ്ചളവിൽ മാത്രം കായപ്പൊടിയും കൂടി, അതായത് നമ്മുടെ സാമ്പാർ കായ ഉണ്ടല്ലോ അത് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കറിവേപ്പിലയൊക്കെ ഒന്ന് മുരിഞ്ഞ് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നേരെ തന്നെ നമ്മുടെ ഈ താളിച്ചത് നമ്മുടെ ചട്നിയിലേക്ക് ചേർക്കാവുന്നതാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു തക്കാളിയും പുതിന മല്ലി ചട്നിയാണ്. ഞാൻ പറഞ്ഞതുപോലെ ചപ്പാത്തിയുടെ കൂടെയോ അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സൈഡായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.